ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാൽ തമിഴിലെ ബെസ്റ്റ് 7 അഡൽട്ട് മൂവീസ് പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. തമിഴിലെ പിന്നെ ഏറ്റവും മികച്ച 7 എ സർട്ടിഫിക്കറ്റ് മൂവീസ്, അഡൽട്ട് മൂവീസ് ഏതൊക്കെയെന്നുള്ളതാണ്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ 7 സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു പിന്നെ എന്താ പറയുക, ഒരു അഡൽട്ട് കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഇരുട്ടറയിൽ മുരട്ടുകുത്ത് എന്ന സിനിമ. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് ഗൗതം കാർത്തിക്, വൈഭവി, ആഷിക ആനന്ദ്, ഷാറ, ചന്ദ്രിക രവി, ബാലശരവണൻ, കരുണാകരൻ, മുട്ടരാജേന്ദ്രൻ. ഒരു വലിയൊരു താരതമ്യം ഉണ്ടായിരുന്നു ഈ സിനിമയിൽ എന്നുള്ളതാണ്. ഈ അധികം ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഒരു പരീക്ഷണം കൂടിയായിരുന്നു. സിനിമ നല്ല വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ സന്തോഷ് പി ജയകുമാർ ആയിരുന്നു ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു അഡൽട്ട് കോമഡി ഹൊററാണ്. യഥാർത്ഥ പ്രയോഗങ്ങൾ ഒരുപാടുണ്ട്. എന്താ പറയുക, ലൈംഗിക ദാരിദ്ര്യം നേരിടുന്ന ഒരു പാവം പ്രേതത്തിന്റെ കഥയാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഈ ഒരു സിനിമ നല്ലൊരു വിജയമായിരുന്നു. പിന്നെ ഒരു പരീക്ഷണത്വം കൂടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു വിജയം കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ പ്രയോഗങ്ങളുണ്ട്, അതുകൊണ്ട് കൂടിയാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഇതിന് ഒരു രണ്ടാം പാർട്ട്, ഈ രണ്ടാം കുത്ത് എന്ന പേരിൽ 2020 മറ്റേ 2012 റിലീസ് ചെയ്തത്. ഈ രണ്ടാം കുത്ത് എന്ന സിനിമ 2020 റിലീസ് ചെയ്തു. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, പ്ലോട്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. എന്നാലും ആ ഒരു പ്ലോട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. യഥാർത്ഥ പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമ പരാജയമായിരുന്നു. ഇതും അഡൽട്ട് കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു എന്നുള്ളതാണ്. സന്തോഷ് പി ജയകുമാറും ഡാനിയൽ ആനി, പെപ്പെ, പിന്നെ അതുപോലെ തന്നെ ആകൃതി സിംഗ്, കരിഷ്മ കൗർ എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമ പരാജയമായിരുന്നു. രണ്ടാം കുത്താറിന്റെ സിനിമ പരാജയമായിരുന്നു. എന്നാൽ രസമാണ് കണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാറുള്ളത്. മൂന്നാമത്തെ സിനിമ ഉള്ളത് 90 ml. ഉവിയ, അതുപോലെ തന്നെ അൻസൺ പോൾ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഒരു അഡൽട്ട് കോമഡി ഹൊറർ വിഭാഗത്തിൽ ഹൊററില്ല, അഡൽട്ട് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തമിഴിലെ ആദ്യത്തെ ലെസ്ബിയൻ മൂവി എന്നുള്ള വിശേഷണം ഈ സിനിമയ്ക്ക് ഉണ്ട്. 2019 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അനിത ഉദദീപാണ് സംവിധാനം, അതുപോലെ തന്നെ എഴുതിയതും നിർമ്മാണമൊക്കെ അവർ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ബോക്സ് ഓഫീസിൽ ഈ ഒരു സിനിമ പരാജയമായിരുന്നു. ഒവിയയുടെ ബിഗ് ബോസ് എന്ന് വന്നതിന് ശേഷമുള്ള സിനിമയായിരുന്നു ഒവിയയുടെ ഈ സിനിമയായിരുന്നു. നാലാമത്തെ സിനിമ ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ് പട്ടാമ്പൂച്ചി എന്ന സിനിമ. നമ്മുടെ സുന്ദർ സി, അതുപോലെ തന്നെ ജയ്, ഹണി റോസ്, മലയാളത്തിലെ ഹണി റോസ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. വയലൻസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടാൻ തന്നെ കാരണം എന്നുള്ളത്. ഇംഗ്ലീഷ് സിനിമയായിരുന്ന സൈലൻസ് ഓഫ് ദ ലാംസ് 1991 ഇറങ്ങിയ സൈലൻസ് ഓഫ് ദ ലാംസ് എന്ന സിനിമയുടെ ഇൻസ്പിറേഷൻ ആയിരുന്നു പട്ടാമ്പൂച്ചി എന്ന ഈ ഒരു സിനിമ എന്നുള്ളത്. ബോക്സ് ഓഫീസിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ജയുടെ പെർഫോമൻസിൽ കിടലൻ അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു ഈ സിനിമ കിട്ടിയിരുന്നതാണ്. അപ്പോൾ ഈ സിനിമ ഒരുപാട് വയലൻസ് ഉള്ളതുകൊണ്ടാണ് എ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ. അഞ്ചാമത്തെ സിനിമ ഉള്ളത് 7G റെയിൻബോ കോളനി എന്ന സിനിമയാണ്. 2004 റിലീസ് ചെയ്ത ഒരു കിടിലൻ സിനിമ. സെൽവരാഘവൻ സംവിധാനം ചെയ്ത സിനിമ. രവികൃഷ്ണൻ, സോണിയ അഗർവാൾ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. കിടിലൻ പാട്ടുകളായിരുന്നു ഈ സിനിമയിൽ. കിടിലൻ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. യുവൻ ശങ്കർ രാജയ്ക്ക് ഈ സിനിമയുടെ സംഗീതത്തിന് മികച്ച സംഗീത സംവിധാനങ്ങളുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫിലിംഫെയർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രവികൃഷ്ണയ്ക്ക് പിന്നെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ പുതുമുഖ നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഒരുപാട് ഇന്ത്യൻ സീനുകളും അതുപോലെ തന്നെ അതുപോലുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ സിനിമയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതാണ്. അടുത്തത് മുരുങ്ങക്കായ് ചിപ്സ് എന്ന സിനിമയാണ്. 2021 റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഒരു അഡൽട്ട് കോമഡി പിന്നെ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ശ്രീജറായിരുന്നു ഈ സിനിമ എഴുതി സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു. ശന്തനു ഭാഗ്യരാജും അതുപോലെ തന്നെ അതുല്യ രവിയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഭാഗ്യരാജു ഉർവശിയും ഉണ്ട്. അപ്പം ആദ്യ രാത്രി ഭർത്താവ് ഭാര്യയെ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവരുടെ മുത്തശ്ശന് ഏകദേശം 300 കോടിയോളം പിന്നെ വില വരുന്ന സ്വത്ത് ഉണ്ടാവും. അത് നഷ്ടപ്പെട്ടു പോകും. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുത്തശ്ശൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് അനാഥാലയത്തിൽ എഴുതി കൊടുക്കും. നേരെ തിരിച്ച് ഭാര്യയുടെ അമ്മായി പറയുന്നത് ഫസ്റ്റ് നൈറ്റ് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പിന്നെ മക്കളുണ്ടാവും. അപ്പോൾ അതിലൊരു ആശയക്കുഴപ്പം കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ആദ്യ രാത്രി നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നതെന്നുള്ളതാണ്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഒരു അഡൽട്ട് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മുരുങ്ങക്കായ് ചിപ്സ് എന്ന സിനിമ. അപ്പം രസകരമായിട്ടുള്ളൊരു സിനിമ കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഏഴാമത്തെ സിനിമ സൂപ്പർ ഡീലക്സ്. കിടിലൻ മൂവിയാണ്. വിജയ് സേതുപതി, ഫാസിൽ, അതുപോലെ സമന്ത, രമ്യകൃഷ്ണൻ, മിഷ്കിന് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കിടിലൻ എന്താ പറയുക കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്.
സൂപ്പർ ഡീലക്സ് എന്ന സിനിമ 2019 റിലീസ് ചെയ്ത സിനിമയാണ്. 4 കഥകൾ അടങ്ങിയ ഒരു സിനിമ കൂടിയായിരുന്നു കേട്ടോ അത്. വിജയ് സേതുപതിയുടെ ഒരു പ്രത്യേക എന്താ പറയുക ഗെറ്റപ്പിലൊക്കെ വന്ന സിനിമയായിരുന്നു. ഇവർക്കുള്ള മൂവിയായിരുന്നു സൂപ്പർ ഡീലക്സ് എന്ന സിനിമ. മസ്റ്റ് വാച്ച് മൂവിയാണ് സൂപ്പർ ഡീലക്സ് എന്ന സിനിമ. ഓക്കെ, സർട്ടിഫിക്കറ്റ് മൂവിയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ്, 7 സിനിമകളാണ് ഇന്നത്തെ ഇവിടെ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇരുട്ടറയിൽ മുരട്ടുകുത്ത്, രണ്ടാം കുത്ത്, 90 ml, പട്ടാമ്പൂച്ചി, 7G റെയിൻബോ കൊള്ളി, മുരുങ്ങക്കായ് ചിപ്സ്, സൂപ്പർ ഡീലക്സ്. ഈ 7 സിനിമകളാണ് ഏറ്റവും മികച്ച അഡൽട്ട് മൂവീസിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച അഡൽട്ട് മൂവീസിൽ 2ാം പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള സിനിമകൾ ഏതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ, പിന്നെ എന്താ പറയുക മികച്ച അഡൽട്ട് മൂവീസ് വേറെ ഉണ്ടാവും, നിങ്ങളുടെ ചോയ്സ് എന്തെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.